ശ്രീ കേണൽ ഡിന്നി, ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതുപോലെ പ്രധാനമന്ത്രി പുടിനുമായി സംസാരിക്കുന്നു. യുദ്ധത്തിന് ശേഷം ഇപ്പോൾ 11 ദിവസമായി. ഇതിനുശേഷം 2 തവണ പുടിനുമായി പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. റഷ്യ വാക്ക് നൽകി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുമെന്ന്, റഷ്യ ഇതിൽ സഹായിക്കും എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഒരു ഇന്ത്യക്കാരെ കവചമാക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ കവചമാക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും നമ്മൾ നിഷേധിക്കുകയുണ്ടായി. പക്ഷേ സുമി പോലുള്ളൊരു സ്ഥലത്ത് വെടിനിർത്തൽ എങ്കിലും നടപ്പാക്കിയാൽ രക്ഷപ്പെടാവുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഇവരുടെ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ഇത്രയധികം ഇത്ര ദിവസങ്ങൾ നീണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി? റഷ്യയുമായിട്ട് ഇത്ര വലിയ ചർച്ച ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിനെക്കുറിച്ച് വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരാളെന്ന നിലയിലും ഒരു 3-4 ദിവസം മുമ്പ് വരെയൊക്കെ ഞാൻ വിചാരിച്ച ഇത് ഒരു ലൈവായിട്ടൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം ഈ കുട്ടികളെ അവിടുന്ന് മാറ്റാൻ ഉള്ള ഒരു പ്രശ്നമുള്ളത്. പക്ഷെ ഇപ്പം ഈ 11-ാം ദിവസം ഞാൻ കാണുന്നത് ഇത് യുക്രൈന്റെ ഭാഗത്തു നിന്നല്ല ഉള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പം മറിയപ്പോൾ പോലത്തെ ഇത്രയും തീവ്രമായിട്ട് യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഒരു 6 മണിക്കൂർ അവർക്ക് സീസ് ഫയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് സുമി എന്നുള്ള സ്ഥലത്ത് അവർക്ക് സീസ് ഫയർ ചെയ്യാൻ പറ്റുന്നില്ല? ഇവരെ ഒരു ഹ്യൂമൻ ഷീൽഡ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് തന്നെ ഒരു ക്ലാസിക്കൽ ഹ്യൂമൻ ഷീൽഡ് അല്ലെങ്കിലും അവരെ ഡിലേ ചെയ്യുകയാണ്. അതായത് ഇവർ നിൽക്കുന്നത് 2 കാരണങ്ങൾ ഉണ്ടാവാം. ഞാൻ ആദ്യം വിചാരിച്ച ലോക്കൽ കമാൻഡേഴ്സ് ലെവലിൽ അവരെ പുറത്തിപ്പോ ഗൗരി മോള് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ മിലിറ്ററി തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ലോക്കൽ കമാൻഡേഴ്സ് ലെവലിൽ ഇവർ ഇവിടുന്ന് പോകരുതെന്നുള്ള ഒരു അവരുടെ ഒരു താല്പര്യം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അത് യുക്രൈന്റെ ഭാഗത്താണ്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് റഷ്യൻ നാഷണൽ ഡിഫൻസ് കൺട്രോൾ ഹെഡ് മിഖേൽ എന്ന് പറഞ്ഞ അദ്ദേഹം കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളെ 150ഓളം വെഹിക്കിൾസ് ഞങ്ങളെ റഷ്യൻ ബോർഡേഴ്സിൽ വെയിറ്റ് ചെയ്യാണ്. യുക്രൈന്റെ ഭാഗത്തു നിന്ന് ഒരു ഇത് കിട്ടി, ഞങ്ങൾ ഈ വെഹിക്കിൾസ് കൊണ്ടുപോയി അവരെ കൊണ്ടുവരാമെന്നുള്ള കാര്യത്തിൽ റഷ്യ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഇവരൊരു നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ഷീൽഡ് എന്ന് പറഞ്ഞ വലിയ സ്ട്രോങ് വേർഡ് ആണെങ്കിൽ തന്നെ ഇവരവിടെ നിർത്തി വരാം. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇവിടെ